ഞാനിപ്പോൾ അടുത്ത് മാടന്നൂർ പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു വീട്ടിൽ താമസിച്ചു. രാവിലെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഒരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ, ആ വീട്ടുകാരൻ്റെ എളാപ്പയാണ്. അയാൾ എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു സംഗതി പറയാണ്ട്, ഞാൻ അതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുൽമാൻ്റെ വലിയ അടുത്ത ആളായതുകൊണ്ട് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യനോട് പറയാണ്, മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുൽമാ അവിടെ ഉറൂസിന് വന്നപ്പോൾ അവിടെ മക്കാം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു മൂലക്കലാണ് ഒരു ചെറിയ സ്റ്റേജുള്ളൂ എന്ന് പറഞ്ഞു. ഒരാൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്റ്റേജുള്ളൂ. അപ്പോൾ ശൈഖുനാക്ക് മാത്രമേ ഇരിക്കാനുള്ള ഒരു കസാല ഇട്ടിട്ടുള്ള സ്റ്റേജ് ഇട്ടിക്കണം. ഇന്നത്തെ മാതിരിക്കുള്ള സ്റ്റേജുകളൊന്നും ഒന്നുമില്ല. ശൈഖുന ഇരുന്നും കൊണ്ടേന്നല്ല പ്രസംഗിച്ചിരുന്നത്. അപ്പോൾ ശൈഖുന എന്താ ഒരു ഹദീസ് ഓതി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഹദീസ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഹദീസ് ഓതി ശൈഖുന ആദ്യമുള്ളതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും പ്രസംഗിക്കാൻ തുടങ്ങി. ശൈഖുന കണ്ട് എണീച്ചു നിന്നു എന്ന് പറഞ്ഞു. എണീച്ചു നിന്നപ്പോൾ ശൈഖുനാന്റെ കൂടെ ഈ പിന്നെ അതും മൈക്ക് പൊന്താൻ തുടങ്ങി. പൊന്തി മൂപ്പര് നിന്ന അവിടേക്ക് മൂപ്പര് പിന്നെ പ്രസംഗിക്കണ വായന്റെ നേരക്ക് വന്ന് അവിടെ നിന്നു. മൂപ്പര് എണീക്കുമ്പോൾ ഇവൻ ഓടി വന്നു, പിന്നെ മൈക്കന്റെ ഓപ്പറേറ്റർ. അപ്പൊ അവനോട് പറഞ്ഞു ഈ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എണീച്ചു നിന്നപ്പോൾ ശൈഖുനാന്റെ കൂടെ പിന്നെ അതും മൈക്ക് പൊന്താൻ തുടങ്ങി. പൊന്തി മൂപ്പര് നിന്ന അവിടേക്ക് മൂപ്പര് പിന്നെ പ്രസംഗിക്കണ വായന്റെ നേരക്ക് വന്ന് അവിടെ നിന്നു. മൂപ്പര് എണീക്കുമ്പോൾ ഇവൻ ഓടി വന്നു, പിന്നെ മൈക്കന്റെ ഓപ്പറേറ്റർ. അപ്പൊ അവനോട് പറഞ്ഞു ഈ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ നേരെ ഇരുന്നും കൊണ്ട് ഞാൻ കണ്ടതാണ്. പക്ഷേ അങ്ങനെ അവരെ പറ്റി പല സംഭവങ്ങളും അങ്ങനെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഔലിയ. പക്ഷേ വലിയ വലിയ ആളുകളൊക്കെ അവരൊക്കെ അവരെ എന്തെങ്കിലും വെളിപ്പെട്ടാൽ തന്നെ അതവർക്ക് പേടിയുണ്ടാവും.